നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്ന വീഡിയോ തെക്കുറിച്ചിക്ക് ശേഷം മലയാള സിനിമയിലെ ഒരു ഹാസ്യ താരത്തെക്കുറിച്ചാണ്. പറവൂർ ഭരതൻ. പറവൂർ ഭരതന്റെ കുടുംബം ഒരു സാധാരണ കുടുംബമായിരുന്നു. ചെറുപ്പകാലം മുതലേ കലാപരമായ വിഷയങ്ങളിൽ താല്പര്യമുള്ള ആളായിരുന്നു. സ്കൂൾ യുവജനോത്സവങ്ങളിലും ഓണ ആഘോഷ പരിപാടികളിലും നാടകം, മിമിക്രി തുടങ്ങിയ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ധാരാളം അനുമോദനങ്ങളും ആശംസകളും നേടിയിരുന്നു. പിതാവിന്റെ മരണശേഷം കുടുംബ പ്രാരാബ്ധങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം നാടകത്തിൽ അഭിനയിക്കുവാൻ പോയിരുന്നു. ഏകദേശം 500-ൽ പരം നാടകങ്ങളിലായിരുന്നു അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞിരുന്നത്. ഇതിനിടയിലായിരുന്നു സിനിമയിൽ അഭിനയിക്കുവാനുള്ള അവസരം പറവൂർ ഭരതനെ തേടിയെത്തുന്നത്. ഉദയ കേരള എന്ന നാടക സമിതിയുടെ രക്തബന്ധം എന്ന നാടകം 1951-ൽ അത് സിനിമയായപ്പോൾ അതിൽ അഭിനയിക്കുവാനായിരുന്നു പറവൂർ ഭരതന് ക്ഷണം ലഭിച്ചിരുന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് മലയാള സിനിമയിലേക്കുള്ള കവാടം മെല്ലെ തുറക്കപ്പെടുകയായിരുന്നു. കേരള കേസരി, മരുമകൻ എന്നീ സിനിമകളിൽ അഭിനയിക്കുവാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. നസീറിന്റെ ആദ്യ ചിത്രമായിരുന്ന മരുമകൻ എന്ന സിനിമ ഭരതന്റെ മൂന്നാമത്തെ ചിത്രമായിരുന്നു. ഭക്തകുചേല, കറുത്ത കയ്യിലെ എന്നീ ഹിറ്റ് സിനിമകളായിരുന്നു പറവൂർ ഭരതനെ സിനിമയിൽ സജീവമാക്കുവാനുള്ള വഴികൾ തെളിഞ്ഞു വന്നത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. പഞ്ചവർണ്ണ തത്ത പോലെ എന്ന ഹിറ്റ് സിനിമയിൽ അദ്ദേഹം കൗവാലി ഗാനം പാടി അഭിനയിച്ചതിലൂടെ വളരെ ജനശ്രദ്ധ നേടിയെടുത്ത ഒരു നടനായി മാറിയിരുന്നു. തിക്കുറിച്ചിക്ക് ശേഷം മലയാള സിനിമയിലെ ഒരു മുതിർന്ന നടൻ എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. വില്ലനായിട്ടും സ്വാഭാവിക നടനായിട്ടും ഹാസ്യ നടനായിട്ടും അദ്ദേഹം അഭിനയിച്ചിരുന്നു. അവസാന നാളുകളിൽ അദ്ദേഹം അഭിനയിച്ചത് സലീം കുമാർ സംവിധാനം ചെയ്ത പരേതന്റെ പരിഭവങ്ങൾ എന്ന ഹ്രസ്വ ചിത്രത്തിലായിരുന്നു. 86 വയസ്സ് പൂർത്തീകരിക്കുമ്പോൾ അദ്ദേഹം ഏകദേശം 1000-ൽ പരം സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചു കഴിഞ്ഞിരുന്നത്. മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ ആദ്യത്തെ അംഗമായിരുന്നു പറവൂർ ഭരതൻ. അദ്ദേഹം അന്ന് നൽകിയ 10,000 രൂപ കൊണ്ടായിരുന്നു അമ്മ സംഘടനയുടെ തുടക്കം കുറിച്ചത്. 2015-ൽ ഓഗസ്റ്റ് മാസം 19-ാം തീയതി വാർദ്ധക്യ സഹജമായ അസുഖം മൂലം സ്വവസതിയിൽ വെച്ച് അദ്ദേഹം മരണമടയുകയായിരുന്നു.